ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് അവൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കാം. ഹോസ്റ്റലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ്. എന്നാൽ ശരി, വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിക്സ്ചർ ആണ്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ, കപ്പലണ്ടി, പൊട്ടുകടല, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും, കൂടാതെ മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇൻഗ്രീഡിയൻസിന്റെ അളവുകളെല്ലാം ചേർക്കുമ്പോൾ പറയാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അവല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് അളവാണ് അവല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്ത അവിലോ മട്ട അവിലോ ഏത് അവല് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം പഴകിയ അവിലല്ലെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടും. ഇതാണ് റോസ്റ്റ് ചെയ്ത് കിട്ടേണ്ട പാകം. കൈകൊണ്ട് അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു കിട്ടണം. ഇനി ഇത് പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില വേണം നമ്മൾ ആദ്യം എണ്ണയിൽ റോസ്റ്റ് ചെയ്ത് മാറ്റാൻ. ഈ ഒരു പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 8 വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറവ് മതിയെങ്കിൽ ഇതിലും കുറച്ചെടുത്താൽ മതിയേ. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് 2 കഷ്ണമായിട്ട് നീളത്തിൽ അരിഞ്ഞ് വേണം ചേർക്കാൻ. വെളുത്തുള്ളിയും പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞു പോകണ്ട. ഒരു ബ്രൗൺ കളറിലായി കിട്ടിയാൽ മതി. അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ കിസ്മിസും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതുമാണ്. ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കണം. ഇതിടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു പാകമായാൽ ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി വേണ്ടത് 1/4 കപ്പ് പൊട്ടുകടല, 1/2 കപ്പ് കപ്പലണ്ടി കൂടി. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചൂടായി കിടക്കുന്ന എണ്ണയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുവേ. ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രണ്ടും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെന്നുണ്ടെങ്കിലും ഇതിന് അത്യാവശ്യം എരിവുണ്ടാകും. അപ്പൊ നോക്കിയിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് പൊടിയുടെ ആവശ്യമില്ലേ. 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി. ഇനി ഇതിന്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടണേ. 30 സെക്കൻഡോളം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുത്തിട്ട് പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 30 സെക്കൻഡും കൂടി ഇളക്കി കൊടുത്താൽ മതിയേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവല് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തില് വറുത്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോ നമ്മൾ എരിവുള്ള മിക്സ്ചറൊക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിലേക്ക് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും വീടുകളിലെ പ്രിഫറൻസുകൾ അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിന്റെ അളവുകളെല്ലാം മാറ്റിയും തിരിച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാവേ. കുട്ടികൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചിട്ട് നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ അവൽ മിക്സ്ചർ ഇവിടെ ആയിട്ടുണ്ട്. അവൽ ഉപയോഗിച്ച് മാത്രമല്ലേ, വെളുത്ത പൊരിയില്ലേ, അതുപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാവേ. ഹോസ്റ്റലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്കിത് കൊണ്ടുപോയി കേടാവാതെ ഉപയോഗിക്കാൻ പറ്റുവേ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കരുത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിൽ വേണം തയ്യാറാക്കി എടുക്കാനേ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുകയും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കണം. താങ്ക് യു.